പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തുകയാണ്. അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടിത്തിരുവാതിര ഉത്സവത്തിലാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് രാജേന്ദ്ര ചോളന്റെ നാണയം ഉൾപ്പെടെ പുറത്തിറക്കും. രാവിലെ 11:50ഓടെയാണ് പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തുക. തുടർന്ന് റോഡ് ഷോ ആയി ക്ഷേത്രത്തിലെത്തും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. അദ്ദേഹം അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടിത്തിരുവാതിര ഉത്സവത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ രാജേന്ദ്ര ചോളനെ ആദരിച്ചുകൊണ്ട് നടക്കുന്ന ചടങ്ങിൽ നാണയം ഉൾപ്പെടെ പ്രധാനമന്ത്രി പുറത്തിറക്കും. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത് പറയൂ. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്, അതിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്നു. അവർക്ക് വൈകാരികമായി കൂടി ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് അത്. അവിടെ പ്രധാനമന്ത്രി പങ്കെടുത്ത് പ്രധാനമന്ത്രി അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവിടുത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു നാണയം, ഇതുമായി ബന്ധപ്പെട്ട് രാജരാജ ചോഴനുമായി ബന്ധപ്പെട്ട ഒരു നാണയം അദ്ദേഹം പുറത്തിറക്കാൻ പോകുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് ഈ DMK സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാർ തമിഴ്നാടിന് വേണ്ടി, സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയും ഒപ്പം തന്നെ തമിഴ്നാടിന് വേണ്ടിയും യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അതിനിടെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ 4900 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് നിലവിലിപ്പോൾ ഇന്ന് തമിഴ് കൾച്ചർ, തമിഴ് സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന, തമിഴ് വികാരം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ആ ജനതയെ ഒന്നാകെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ പൂർത്തിയാകുന്നതും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഇപ്പോൾ നടക്കാൻ പോകുന്നതും. മറ്റൊന്ന്, ഇതിൽ ഈ തമിഴ് ഭാഷയടക്കം ഉപയോഗിച്ച് നടത്തുന്ന ഈ വിഘടനവാദ പ്രവർത്തനങ്ങളുണ്ട്. ഹിന്ദി ബെൽറ്റിൽ നിന്ന് വരുന്ന നേതാക്കൾ, അവർക്ക് തമിഴ് അറിയില്ല, അവർക്ക് തമിഴുമായി ബന്ധമില്ല, തമിഴ് സംസ്കാരവുമായി ബന്ധമില്ല എന്നൊക്കെയുള്ള നരേറ്റീവ് അവിടെ നടക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായാണ് വിലയിരുത്തിയത്. അതിനടക്കമുള്ള മുഖമടച്ചുള്ള മറുപടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവും അവിടുത്തെ ഈ പരിപാടികളിൽ പങ്കെടുക്കലും. മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ എല്ലാം തന്നെ നമ്മൾ വിലയിരുത്തുന്നതിന്. കാരണം തമിഴ് സ്വത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അത് പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം ഒന്നാകെ ചേർത്ത് പിടിക്കുന്നു എന്ന് തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. തമിഴ് സ്വത്വത്തെ ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ.